ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സുലൂസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ദീപാവലി സ്പെഷ്യൽ ഒരു റെസിപ്പിയുമായിട്ടാണ് മൈസൂർ പാക്ക്. അപ്പോൾ നമുക്കിതിൻ്റെ വീഡിയോയിലേക്ക് വേഗം പോവാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കപ്പിൻ്റെ അളവിലാണ് പഞ്ചസാര ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കതൊരു സിറപ്പ് തയ്യാറാക്കണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കടലമാവ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അധികം റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒരു നല്ലൊരു സ്മെല്ല് വരും. ആ ഒരു ടൈമിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇതിന് ഇച്ചിരി കളർ വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ ഫുഡ് കളറോ ചേർത്ത് കൊടുക്കാം. തികച്ചും ഓപ്ഷണലാണ്. ഞാൻ ഇച്ചിരി ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ പോലെ ഏലക്ക പൊടിയും കൂടി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു കടലമാവ് വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. കാരണം ഇതിൽ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി കിട്ടാനാണ് ഒരു അരിപ്പ് ഉപയോഗിച്ച് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഈ അരിച്ചെടുത്തുള്ള കടലമാവ് നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മുടെ പഞ്ചസാര ലൈൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ തൊടുന്ന ടൈമിന് അത് കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു നൂൽ പരുവില്ലേ, ആ ഒരു പരുവാണ് ഇതിൻ്റെ ശരിക്കും കറക്റ്റ് അളവ്. അപ്പോൾ ഇത് ഇച്ചിരിയും കൂടി ആവാനുണ്ട്. ഇപ്പം നമ്മുടെ ഈ സിറപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് പോലെ നെയ്യാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു കപ്പിൻ്റെ അളവിലാണ് 1/2 കപ്പ് എടുക്കുന്നത്. അതുപോലെ 1/2 കപ്പ് തന്നെ ഞാൻ ഓയിലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം വെറും നെയ്യിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഇതിൽ ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള കടലമാവ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇട്ട് കൊടുക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് ഇളക്കി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഈ മൈസൂർ പേടേൻ്റെ ശരിക്കുള്ള പരുവെന്ന് വെച്ചാൽ നമ്മൾ പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു ടൈമിലാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ ഇത്തിരി സോഫ്റ്റ് വേണമെങ്കിൽ ഈ ഒരു ടൈമിന് നമുക്ക് സെറ്റ് ചെയ്താൽ വെച്ചാൽ സോഫ്റ്റ് മൈസൂർ പേട കിട്ടും. ഇപ്പം ഏകദേശം ആയി വന്നിട്ടുണ്ട്. നമ്മുടെ ഈ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഇതൊന്ന് തിക്കാവാനുണ്ട്. ഇതായിപ്പോൾ കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ആ പാത്രം ഏത് പാത്രത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രത്തിൽ ഇച്ചിരി ഓയിലൊക്കെ തടവി കൊടുക്കണം. അങ്ങനെ നമ്മുടെ മൈസൂർ പേട ഇവിടെ സെറ്റ് ആവാൻ വെക്കുന്നുണ്ട്. പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യണം. എന്നാലും ഞാനിടുന്ന റെസിപ്പി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ.